വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങും. ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 64 ഹെക്ടർ ഭൂമി കഴിഞ്ഞ ദിവസം സർക്കാർ ഏറ്റെടുത്തിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങും. അതിവേഗത്തിലാണ് നടപടികളെല്ലാം തന്നെ സർക്കാർ പൂർത്തിയാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇന്നലെ ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവ് വന്നതോടുകൂടി, അതായത് ഭൂമി ഏറ്റെടുക്കലുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാമെന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ആ ഉത്തരവ് ഏതാണ്ട് ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു കടമ്പ മറികടക്കുന്നതിന് തുല്യമായി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എത്രയും വേഗത്തിൽ ആ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ രാത്രി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെത്തി അവിടെ നോട്ടീസ് സ്ഥാപിച്ച ആ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. ഏതായാലും ഭൂമി ഏറ്റെടുത്തതിന് പിന്നാലെ ആ ഭൂമിയിൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് പ്രാരംഭ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിർമ്മാണത്തിലേക്ക് കൂടി, ടൗൺഷിപ്പിന്റെ നിർമ്മാണം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. എത്രയും വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകുക. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ഈ ദുരന്തബാധിതരെ അവിടെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ 26 കോടി രൂപ കെട്ടിവെച്ച സർക്കാർ ആ ഭൂമി പ്രതീകാത്മകമായി ഏറ്റെടുത്തിരുന്നു. പിന്നീട് അവിടെ തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത്. ഏതായാലും ഇന്നലെ അതിലും തീരുമാനമായിരിക്കുന്നു. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാമെന്നുള്ളതിൽ. അങ്ങനെ ആ ഭൂമി ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭൂമി ഒരുക്കലടക്കമുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏതായാലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ശരി ആന്റണി. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹവൂറാണ് NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ 3 മണിക്കൂറാണ് 12-അംഗ സംഘം ചോദ്യം ചെയ്തത്. റാണയുടെ വ്യക്തിപരവും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചായിരുന്നു ഇന്നലത്തെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ റാണ കൃത്യമായി പ്രതികരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പാക് ചാര സംഘടനയായ